പ്രിയരെ നമസ്കാരം. താടകൻ എന്നും അറിയപ്പെടുന്ന മാരീചൻ സുന്ദയുടെയും താടക എന്ന യക്ഷിണിയുടെയും പുത്രനാണ്. യക്ഷരാജാവായ സുകേന്ദുവിൻ്റെ മകളാണ് താടക. ബ്രഹ്മദേവനിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ അനന്തരഫലമാണവൾ. താടകയുടെ മക്കളും സഹോദരങ്ങളുമായ മാരീചനും സുബാഹുവും അവരുടെ ശ്രദ്ധേയമായ രൂപത്തിനും മാന്ത്രിക വിദ്യയിൽ മികച്ച കഴിവുകളുള്ള കുലീനരായ സ്വഭാവത്തിനും പേരുകേട്ടവരായിരുന്നു. ഒരു ദിവസം സുന്ദൻ മദ്യപിച്ച നിലയിൽ അഗസ്ത്യമുനിയുടെ ആശ്രമം ആക്രമിച്ചു. കോപാകുലനായ മുനി തൻ്റെ ധ്യാനശക്തി ഉപയോഗിച്ച് സുന്ദനെ ചുട്ടുകരിച്ചു ചാരമാക്കി. സുന്ദയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ താടകയും അവളുടെ പുത്രന്മാരും ക്രോധത്താൽ വിറയ്ക്കുകയും അഗസ്ത്യമുനിയോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടെ മുനി അവരെ ശപിച്ചു. അവരെ ദുഷ്ടരും നിന്ദ്യരുമായ പൈശാചിക രാക്ഷസന്മാരാക്കി മാറ്റി. താടകയും അവളുടെ പുത്രന്മാരും ഇപ്പോൾ രാക്ഷസകുലജാതരായി പരിണമിച്ചു. പാതാള ലോകത്തിലെ പാതാള മണ്ഡലത്തിലെ രാക്ഷസഗോത്ര പിതാവായ സുമാലിയിൽ അവർ അഭയം തേടി. സുമാലി അവരെ തൻ്റെ ചെറുമകനും ലങ്കയിലെ രാക്ഷസ രാജാവുമായ രാവണന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഗംഗാ നദിയുമായി സംഗമിക്കുന്ന സരയൂ നദിയുടെ തീരത്ത് മലത, കരുഷ എന്നീ പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ രാവണൻ താടകയെയും അവളുടെ മക്കളെയും സഹായിച്ചു. മൂവരും ചേർന്ന് ഈ പ്രദേശങ്ങളെ നശിപ്പിച്ച് ഇടതൂർന്ന വനമാക്കി മാറ്റി. തുടർന്നത് താടകവനം എന്നറിയപ്പെട്ടു. കാട്ടിലേക്ക് പോകുവാൻ ധൈര്യപ്പെടുന്ന ആരെയും വിഴുങ്ങിക്കൊണ്ട് അവിടെ അവർ ജനങ്ങളെ ഭയപ്പെടുത്തി. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും സൂര്യനും മേഘങ്ങളും പോലും താടകവനത്തിൽ പ്രവേശിക്കാൻ ഭയപ്പെട്ടു. മാരീചനും സുബാഹുവും ആ പ്രദേശത്തെ മുനിമാരെ ഉപദ്രവിക്കുകയും അവരുടെ യാഗങ്ങൾ അലങ്കോലപ്പെടുത്തുകയും ചെയ്ത് അവർ യാഗപീഠങ്ങളിൽ രക്തവും മാംസവും എല്ലുകളും വിതറി ഋഷിമാരുടെ ആചാരങ്ങളുടെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തി. താടകവനത്തിനടുത്തുള്ള പ്രദേശത്ത് മഹാമുനി വിശ്വാമിത്രൻ സ്വന്തം ശിഷ്യന്മാരോടൊപ്പം തപസ്സിലും യജ്ഞത്തിലും ഏർപ്പെട്ടിരുന്നു. താടകയും മക്കളും വിശ്വാമിത്രനെയും ശിഷ്യരെയും നിരന്തരം പീഡിപ്പിച്ചു. അവരുടെ നിരന്തര ശല്യം സഹിക്കാനാവാതെ വിശ്വാമിത്രൻ അയോധ്യയിലെ രാജാവായ ദശരഥനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. ദശരഥൻ ആ അഭ്യർത്ഥനയോട് ആദ്യം വിമുഖത പ്രകടിപ്പിച്ചെങ്കിലും രാജഗുരുവായ വസിഷ്ഠന്റെ ഉപദേശപ്രകാരം വിശ്വാമിത്രന്റെ യജ്ഞം സംരക്ഷിക്കുന്നതിനായി തന്റെ മൂത്ത പുത്രനായ രാമനെയും ഇളയപുത്രനായ ലക്ഷ്മണനെയും അയക്കാൻ സമ്മതിക്കുന്നു. വിശ്വാമിത്രൻ ചെറുപ്പക്കാരായ രാമനെയും ലക്ഷ്മണനെയും യുദ്ധനൈപുണ്യം നേടാൻ പരിശീലിപ്പിക്കുകയും അവർക്ക് വിവിധ മന്ത്രങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു. തുടർന്ന് വിശ്വാമിത്രനും രാജകുമാരന്മാരും താടകവനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ ആക്രമണത്തിന് ഇരയായി. ലക്ഷ്മണന്റെ സഹായത്തോടെ ദേവന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് രാമബാണത്താൽ താടക വധിക്കപ്പെട്ടു. വിശ്വാമിത്രൻ രാമനെ അനുഗ്രഹിച്ചുകൊണ്ട് നന്ദി സൂചകമായി ദിവ്യായുധങ്ങൾ നൽകി. തുടർന്ന് മുനി തന്റെ തുടർച്ചയായ 6 ദിവസത്തെ ഒരു യജ്ഞം ആരംഭിച്ചു. രാമനും ലക്ഷ്മണനും ഉറച്ച പിന്തുണയോടെ കാവൽ നിന്നു. യജ്ഞത്തിന്റെ 5 ദിവസങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ കടന്നുപോയി. എന്നാൽ 6-ാം ദിവസം വരാനിരിക്കുന്ന അപകട സൂചകമായി യാഗാഗ്നി ക്ഷയിച്ചു. മാരീചനും സുബാഹുവും ഒരു കൂട്ടം രാക്ഷസന്മാരും മരച്ചില്ലകൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട് അലറുകയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. യജ്ഞാഗ്നിയിൽ രക്തവും മാംസവും വർഷിച്ച് നശിപ്പിക്കാൻ അവർ ശ്രമിച്ചു. 13 വയസ്സുള്ള രാമൻ മൈലുകൾ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്ന ശക്തമായ ആയുധമായ തൻ്റെ മാനവാസ്ത്രം പ്രയോഗിച്ചു. ആ ഒരൊറ്റ അമ്പ് മാരീചന്റെ നെഞ്ചിൻകൂടിനെ ആക്രമിച്ച് അവനെ സമുദ്രത്തിലേക്ക് എടുത്തെറിഞ്ഞു. സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും രാമൻ മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തി. തുടർന്ന് വിശ്വാമിത്രന്റെ മാർഗനിർദ്ദേശത്തോടെ യജ്ഞം വിജയകരമായി പൂർത്തിയാക്കി. രാമന്റെ രണ്ടാനമ്മയായ കൈകേയിയുടെയും ദാസിയായ മന്ദരയുടെയും തന്ത്രങ്ങളാൽ രാമൻ ലക്ഷ്മണനും സീതയ്ക്കുമൊപ്പം 14 വർഷം വനവാസം അനുഭവിക്കുകയും അവർ ദണ്ഡകാരണ്യത്തിലേക്ക് യാത്ര ചെയ്ത് അവിടെ ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ ആശ്രമം പണിഞ്ഞു. മാരീചൻ രാവണനുമായുള്ള ചർച്ചയുടെ ഫലമായി തീതുപ്പുന്ന നാവും മൂർച്ചയേറിയ 2 കൊമ്പുകളുമുള്ള ഒരു മൃഗമായി മാറി. മൃഗങ്ങളുടെ രൂപത്തിലുള്ള 2 രാക്ഷസ സഹചാരികൾക്കൊപ്പം വരുന്നു. മൃഗങ്ങളെ ഭക്ഷിക്കുന്ന ഈ രാക്ഷസന്മാർ മനുഷ്യ മാംസം കഴിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നാശം വിതച്ചുകൊണ്ട് സന്യാസിമാരെ ഭയപ്പെടുത്തി. ദണ്ഡകാരണ്യത്തിൽ രാമനെയും ലക്ഷ്മണനെയും സീതയെയും കണ്ട മാരീചൻ ക്രൂരമായ മൃഗരൂപത്തിൽ പ്രതികാരം ചെയ്യാനായി അവരെ ആക്രമിച്ചു. എന്നാൽ രാമൻ ഒരേ സമയം 3 അസ്ത്രങ്ങൾ എയ്ത് മാരീചന്റെ കൂട്ടാളികളെ വധിച്ചു. 3-ാമത്തെ അസ്ത്രത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മാരീചൻ ഭയന്ന് ഓടിപ്പോയി. അധികം വൈകാതെ മാരീചൻ ഒരു രൂപാന്തരത്തിന് വിധേയനായി ഒരു വിശുദ്ധ വ്യക്തിയായി പരിണമിച്ചു. അവൻ തൻ്റെ പൈശാചിക ഗുണങ്ങൾ ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതം സ്വീകരിക്കുന്നു. ഒരു ആശ്രമം സ്ഥാപിച്ച് മുടി വളർത്തി മരവുരി ധരിച്ചു. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി രാമഭക്തനായി തീർന്നു. എന്നാൽ വിധി അവനിൽ വ്യത്യസ്തമായ പദ്ധതികൾ രൂപീകരിച്ചിരുന്നു. ഒരു ദിവസം രാവണന്റെ രാക്ഷസ സഹോദരിയായ ശൂർപ്പണഖ അതീവ സുന്ദരിയായ ഒരു കന്യകയുടെ വേഷത്തിൽ രാമന്റെ അടുക്കൽ വന്ന് അവനോട് വിവാഹാലോചന നടത്തി.
എന്നാൽ പോലും രാമൻ അവളുടെ ആഗ്രഹം വിനയപൂർവ്വം നിരസിക്കുകയും തമാശയായി ലക്ഷ്മണനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവരുടെ പരിഹാസത്തിൽ രോഷാകുലിയായ ശൂർപ്പണഖ രാമന്റെ അടുക്കൽ തിരിച്ചെത്തി രാമന്റെ പത്നിയായ സീതയെ ആക്രമിക്കുന്നു. പ്രത്യാക്രമണമായി ലക്ഷ്മണൻ വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്കും മുലയും ഛേദിച്ച് അവളെ അപമാനിക്കുന്നു. ശൂർപ്പണഖ അതിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. നേരെ സഹോദരനായ രാവണന്റെ അടുക്കൽ ചെന്ന് രാമന്റെ കൈകളാൽ മരണമടഞ്ഞതിനെക്കുറിച്ചും അവൾ നേരിട്ട അപമാനത്തെക്കുറിച്ചും വാവിട്ടുകൊണ്ട് പറഞ്ഞു. അവളുടെ സഹോദരനും ലങ്കയുടെ രാജാവുമായ രാവണനോട് രാമന്റെ സുന്ദരിയായ പത്നി സീതയെ തട്ടിക്കൊണ്ടുവരണമെന്ന് ശൂർപ്പണഖ നിർദ്ദേശിച്ചു. അടുത്ത പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിച്ച് സമുദ്രതീരത്ത് ഏകാന്തമായി ആശ്രമത്തിൽ താമസിക്കുന്ന തന്റെ സഹചാരിയായ മാരീചനെ കാണാൻ ആകാശ വിമാനത്തിൽ കുതിച്ചു. രാമന്റെ ശക്തി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ മാരീചൻ രാവണന്റെ പദ്ധതിയിൽ പരിഭ്രാന്തനായി. രാമന്റെ ധർമ്മവും പരാക്രമവും അനുസ്മരിച്ചുകൊണ്ട് അവൻ രാവണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പദ്ധതി രാവണന്റെ പതനത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ രാവണൻ മാരീചന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതോടൊപ്പം തന്റെ പദ്ധതി അനുസരിക്കാൻ ഭീഷണിപ്പെടുത്തി. മാരീചൻ രാവണന്റെ കോപത്തെ ഭയന്ന് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. പക്ഷേ സ്വന്തം മരണവും രാവണന്റെയും ലങ്കാ നഗരത്തിന്റെയും രാക്ഷസ വംശത്തിന്റെയും അന്ത്യം പ്രവചിക്കുന്നതിന് മുൻപ് മാരീചന്റെ സഹകരണത്തിൽ സന്തുഷ്ടനായ രാവണൻ അവനെ ആലിംഗനം ചെയ്തു. മാരീചന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് സീതയെ തട്ടിക്കൊണ്ടുപോകുവാനുള്ള തന്റെ പദ്ധതി രാവണൻ മാരീചനെ അറിയിക്കുന്നു. വെള്ളിപ്പുള്ളികളുള്ള ഒരു സുവർണമാനായി രൂപാന്തരപ്പെടുവാനും രാമന്റെ ആശ്രമത്തിന് സമീപം മേയുവാനും അയാൾ മാരീചനോട് നിർദ്ദേശിക്കുന്നു. സീത മാനിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയാകുമെന്നും അതിനെ പിടിക്കാൻ രാമനോടും ലക്ഷ്മണനോടും ആവശ്യപ്പെടുമെന്നും രാവണൻ വിശ്വസിച്ചു. സഹോദരന്മാരിൽ നിന്നും സീതയെ തനിച്ചാക്കപ്പെട്ടാൽ രാവണന് അവളെ എളുപ്പത്തിൽ തട്ടിക്കൊണ്ടുപോകുവാൻ കഴിയും. രാവണനും മാരീചനും രാവണരഥത്തിൽ പഞ്ചവടിയിലേക്ക് പറന്ന് ആശ്രമത്തിന് സമീപം നിർത്തി. സുവർണ നിറത്തിൽ വെള്ളിപ്പാടുകളുള്ള മനോഹരമായ ഒരു സ്വർണ്ണമാനായി മാരീചൻ രൂപാന്തരപ്പെട്ടു. പൂക്കൾ ശേഖരിക്കുകയായിരുന്ന സീത മാനിനെ കണ്ടു. അതിന്റെ ഭംഗിയിൽ ആകൃഷ്ടയായി. മാനിന്റെ അത്ഭുതകരമായ രൂപം കാണാൻ അവൾ രാമനെയും ലക്ഷ്മണനെയും വിളിച്ചു. കള്ളക്കളി മനസ്സിലാക്കിയ ലക്ഷ്മണൻ അത് പ്രച്ഛന്ന വേഷധാരിയായ മാരീചനാണെന്ന് രാമന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ വളർത്തു മൃഗമായി അയോധ്യയിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചതിനാൽ മാനിനെ ജീവനോടെ ലഭിക്കാൻ സീത നിർബന്ധിച്ചു. സീതയുടെ ആഗ്രഹപ്രകാരം രാമൻ ലക്ഷ്മണനെ സീതയെ പരിചരിക്കാൻ ഏൽപ്പിച്ച് മാനിന്റെ പിന്നാലെ പോയി. മാരീചൻ രാമനെ ആശ്രമത്തിൽ നിന്നും ദൂരേക്ക് നയിച്ചു. അവർ ഒരു പുൽമേട്ടിലെത്തിയപ്പോൾ രാമൻ അവസരം മുതലെടുത്ത് സ്വർണ്ണ അമ്പിനാൽ തളർന്ന മാനിനെ എയ്തു. മരണാസന്നനായ മാരീചൻ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ട് രാമന്റെ ശബ്ദത്തെ അനുകരിച്ചു. അയ്യോ സീതേ, അയ്യോ ലക്ഷ്മണ! നിലവിളി കേട്ട് അങ്കലാപ്പിലായ സീത ലക്ഷ്മണനോട് പോയി രാമനെ സഹായിക്കാൻ അപേക്ഷിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ ലക്ഷ്മണൻ സീതയെ തനിച്ചാക്കി. രാവണൻ ആ അവസരം മുതലെടുത്ത് സീതയെ തട്ടിക്കൊണ്ടുപോയി തന്റെ രഥത്തിൽ ലങ്കയിലേക്ക് പറന്നു. സീതയുടെ അപഹരണം രാവണന്റെ ദുഷിച്ച പദ്ധതിയുടെ ഭയാനകമായ അനന്തരഫലമായി അവശേഷിച്ചു. ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ ഒരു നിർണായക കഥാപാത്രമാണ് മാരീചൻ. അദ്ദേഹത്തിന്റെ സഹായം ഹിന്ദു ഇതിഹാസത്തിലെ ഏറ്റവും വലിയ നീതിയുക്തമായ യുദ്ധത്തിൽ കലാശിച്ചു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.